കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കണ്ണടച്ചാലുമെൻ്റെ കൺമുന്നിലൊഴുകുന്ന കല്ലോലിനിയല്ലോ നീ. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കും. കന്മദപ്പൂവിടർന്നാൽ കളിവിരുന്നൊരുക്കും. കസ്തൂരിമാനല്ലോ നീ, കസ്തൂരിമാനല്ലോ നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ. കർപ്പൂരമെരിയുന്ന കതിർമണ്ഡപത്തിലെ കാർത്തിക വിളക്കാണ് നീ. കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട, കഥന കാവ്യം പോലെ കളിയരങ്ങിൽ കണ്ട കതിർമയിതമയന്തി നീ, കതിർമയിതമയന്തി നീ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാര ഹാരവുമായി നിൽക്കും. നമ്മുടെ റാഫി സാബിന്റെ പാട്ടായിട്ടാണ് ഗോൾഡൻ വോയിസ്. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ബദ്രി. हुआ तेरा वादा, वो कसम, वो इरादा, क्या हुआ तेरा वादा, वो कसम, वो इरादा, भूलेगा दिल जिस दिन तुम्हें
दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम वो इरादा का ऐसा भी क्या कि तुझे कुछ भी याद नहीं क्या हुआ तेरा वादा वो कसम वो इरादा भूलेगा दिल जिस दिन तुम्हें वो दिन जिंदगी का आखिरी दिन होगा क्या हुआ तेरा वादा वो कसम ബദ്രി നൈസ് ലുക്ക്, താങ്ക് യു. അടിപൊളിയുണ്ട്. ഓക്കെ, പാട്ട് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു നോക്കാം. മാഷേ അതിഗംഭീരമായിട്ട് പാടി, താങ്ക് യു സർ. നല്ല സുഖമായി എല്ലാ ഇടങ്ങളും നന്നായി പാടി. ഒരു ഭാഗത്ത് മാത്രം ഒരു ചെറിയൊരു അത് പെർഫെക്റ്റ് ആയില്ല എന്ന് തോന്നി. അതെ, വേറൊരു ഭാഗത്തും കുഴപ്പമില്ല. അതൊരു പാട്ട് തന്നെ, അങ്ങനത്തെ ഒരു മനോഹരമായ പാട്ടല്ലേ, എന്താ സംശയം? അതെ, അസലായിട്ട് പാടി. താങ്ക് യു സർ. ഓക്കെ, ഒരുപാട് ഭാവി ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു മാഷേ. ശരത് സർ. മോനെ ഓ സർ. കുറെ സന്തോഷമായി. ഇങ്ങനെയുള്ള ജോണിന് നിനക്ക് വഴങ്ങുമെന്ന് എനിക്കൊരു വിശ്വാസമില്ലായിരുന്നു. ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. ഇതൊന്ന് ഭയങ്കര കട്ടിയായിട്ട് ഇത് പാടി ക്യാ ഹുവാ തേരാ വാദാ എന്ന് പാടുമെന്ന് വിചാരിച്ച് മോനെ സുഖമായിട്ട് പാടിയിടാ. അത് ആവശ്യമുള്ള ആ ബിബ്രാറ്റൊക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. എനിക്ക് ഒരൊറ്റ ഒരു ഏരിയ ഈ ഭൂലേക്കാതിലാ ഒന്ന് പാടാമോ? ഭൂലേഗാ ദിൽ ജിസ് ദിൻ തുമ്ഹേं ആ ജസ്റ്റ് ജിസ് ദിൻ തുമ്ഹേं. ആ ഓക്കെ. അതുപോലെ മക്കളെ അനുപല്ലവി, അനുപല്ലവിയുടെ എൻഡിൽ അത്രയും ബലം എന്തിനാണ്? ഇപ്പൊ ഇത്രയും മതി ലെവല്. എന്നാ പാടിക്കൊണ്ടിരുന്നത്. ഞാൻ നീ എന്നെ വന്ന് അടിക്കുമെന്ന് അത്ര ദേഷ്യത്തിൽ കേട്ടോ. അത് വളരെ സോഫ്റ്റ് ആയിട്ട്. കാര്യം റാഫി സാബ് പാടിയേക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, അറിഞ്ഞൂടെ? എന്തൊരു മഹാനായ സിംഗറാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിന് പിന്നെ നമ്മൾ ഓരോ തവണ പറയും തോറും അത് അത്രയ്ക്ക് നമ്മുടെ നെഞ്ചിൽ കയറിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ മോനെ. അത് അവിടെ അത് സോഫ്റ്റായിട്ട് പാടാമോ? ഈ ആഹാ ബ്യൂട്ടിഫുൾഡാ, ബ്യൂട്ടിഫുൾ, അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല കേട്ടോ. പക്ഷെ നീ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. മോനിത് ഇങ്ങനെ പാടും നമ്മൾ പ്രതീക്ഷിച്ചതല്ല. നീ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി മോനെ. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഹരിച്ചേട്ടാ. ബദ്രി, ഓ സർ. എനിക്ക് ബദ്രിയുടെ കുറച്ച് നാളത്തെ പെർഫോമൻസിന് ശേഷം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു പെർഫോമൻസ് ആയിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. കാരണം ബദ്രി യൂഷ്വലി ബദ്രിയുടെ ടാലൻ്റ് അറിയാം, ബദ്രിയുടെ സിംഗിങ് അറിയാം, ബദ്രി യൂഷ്വലി എടുക്കുന്ന പാട്ടുകൾ അറിയാം. പക്ഷേ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്ത് നമ്മൾക്ക് ആരും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു പാട്ട് നമ്മൾ പാടുമ്പോഴാണ് അവിടെയാണ് നമ്മുടെ ഒരു ടാലൻറ്റ് ഷോക്കേസ്ഡ് ആവുന്നത്. അപ്പോൾ ഇതുവരെ ബദ്രി ഒരേ രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഞെട്ടിച്ചു. താങ്ക് യു. പിന്നെ നല്ല രസമായിരുന്നു, നല്ല രസമായിട്ട് പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പാടിയ പോലെ ഒന്നും ആർക്കും പാടാൻ പറ്റില്ല, എന്നാലും അതുപോലൊക്കെ ട്രൈ ചെയ്തു. പിന്നെ ഇടയ്ക്ക് ഒരു ക്യാഹോ ഒരു കച്ചേരി വഴി അങ്ങനെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇത് എങ്ങനെ ക്ലാസിക്കൽ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുഴപ്പമില്ല, അങ്ങനെയൊക്കെ തന്നെ. സി, അത് നല്ല കാര്യമാണ്. നമ്മൾ ആ ഒരു ഷിഫ്റ്റ് നമുക്ക് അറിയെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ്. ഇത് ഞാൻ പാടിയപ്പോൾ കുറച്ച് ഇതായിപ്പോയി, കുറച്ച് ഓവറായിപ്പോയി, അന്ന് കൺട്രോൾ ചെയ്യായിരുന്നു അവിടെ.
എന്നല്ലേ, ആ. ക്യാ ഹുവാ. അപ്പം അവിടെ നമ്മൾ ക്യാ ഹുവാ എന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് എനിക്ക് മൃദംഗമൊക്കെ ഇതൊക്കെ ഒരു വെച്ച് ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ കേട്ടോ. ഇത് തങ്ങളിലെ ആ അതെ. അപ്പൊ അത് നമ്മുടെ ഒരു ഇച്ചിരി കൂടിപ്പോയി അത് അപ്പുറത്തെ കണ്ടെത്തി കിടക്കും. അതെപ്പോഴും പാടുമ്പോൾ ഓർമ്മ വേണം. ഇപ്പൊ തബല മാറ്റി അവരിപ്പോ മൃദംഗം എടുത്തു തന്നെ നേരെ. പക്ഷെ അത് ബദ്രി ഭയങ്കര ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ആ കാര്യത്തില്. ആ കർണാട്ടിക്കില് വിട്ട് പോവാതെ എന്താണോ ആ സോങ്ങിന് വേണ്ടത് ആ ഒരു ബാലൻസിൽ നിൽക്കുക എന്നുള്ളത് വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല, ഒന്നും എഴുതിയിട്ടില്ല, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. ഗുഡ് ബദ്രി. താങ്ക് യു ഹരിച്ചേട്ടാ. ഓക്കെ ഷാനിക. ബദ്രി ഓ സർ. അടിപൊളിയായിരുന്നു ബദ്രി, Thank you, sir. അടിപൊളി. ഹരി പറഞ്ഞ പോലെ കഴിഞ്ഞ കുറേ പെർഫോമൻസസ് ഇങ്ങനെ നമ്മളിങ്ങനെ എപ്പോഴും പറയും ബദ്രി ആ റൂട്ട് ഒന്ന് മാറ്റിപ്പിടിക്കണം, അല്ലെങ്കിൽ ഒന്ന് ആ റൂട്ടിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണം എന്നൊക്കെ നമ്മളിങ്ങനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഇന്നിവിടെ കണ്ടു. താങ്ക് യു സർ. അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. ശരിക്കും എനിക്കും നമുക്ക് എല്ലാവർക്കും ഫീൽ ചെയ്തു ആ ഒരു സോങ് ഭയങ്കരമായിട്ട് കണക്റ്റഡായി സോങ്ങുമായിട്ട്. പിന്നെ ആ ഒരു ട്രിബ്യൂട്ടിന് ചേർന്ന ആ ഒരു അറ്റയർ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, അതും അടിപൊളിയായിരുന്നു. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ ഇടയ്ക്കുള്ള ക്യാഹുവ അത് പോട്ടെ, അത്രേ ഉള്ളൂ ബദ്രി. ഓൾ ദി ബെസ്റ്റ്. ഇങ്ങനെ തന്നെ കീപ് എക്സ്പ്ലോറിംഗ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ഇനി മാർക്സ്. മാർക്ക്. ഓക്കെ ശരത് സർ. മക്കളെ ഓ സർ. 9 മാർക്സ്. താങ്ക് യു സർ. താങ്ക് യു. സൂപ്പർ. ഷാനിക ഹരിച്ചേട്ടാ ഡൺ. ആ ഓക്കെ അടിപൊളി. അപ്പൊ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അവരെ തുറന്നു നോക്കുമ്പോൾ അറിയുള്ളൂ. എനിവേസ് ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എഡ്യൂക്കേഷൻ റൗണ്ടിലേക്ക് പോവാം. ഓക്കെ പാടാൻ വരുന്നു നമ്മളുടെ ദിയ കുട്ടി. സോ ലെറ്റ്സ് വെൽക്കം ദിയ. ക
ഗീതം പാടുന്ന ചുണ്ടിൽ കാലം മെല്ലെ തഴുകുമ്പോൾ ദൂരെ നിന്നോ നനിക്കുന്നൊരോർമ്മ ഇന്നച്ഛൻ കടലോളം വാത്സല്യം താരാട്ടായി തരുമച്ഛൻ വീൽവഴിയിൽ കൊടനിഴലിൻ തണലാകും ഇന്നച്ഛൻ അമ്മക്കിളിയില്ല കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിന്നും കൂട്ട് ആലോലം കൊമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട് ദിയ, എന്തോ ഈ ഒരു സോങ് ആർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തു ഞാൻ ചോദിക്കുന്നില്ല. ദിയയുടെ അച്ഛനാണ്. ആഹാ, ഞാനും ദിയയുടെ അച്ഛനാ. എന്റെ മകളുടെ പേര് ദിയയാ. അറിയാ ഞങ്ങൾക്ക്. പിന്നെ അങ്ങനെ പറയരുത്. ഓക്കെ, അച്ഛൻ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുക. ഷാനിക്ക, നമുക്കിപ്പോ എങ്ങനെ ഒന്ന് കൂളാക്കാൻ പറ്റാ? ഐസ് കൊണ്ടുവരൂ. ടെൻഷൻ ആ, ഭയങ്കര ടെൻഷനാ. എന്താ ദിയ അച്ഛൻ ഇത്ര ടെൻഷൻ? എനിക്കറിയില്ല, അത് ഈ പാട്ട് സെലക്ട് ചെയ്ത് കിട്ടി ആ. അപ്പൊ തന്നെ പറയാണ് ഈ പാട്ട് മാറ്റാൻ പറ്റും, പാട്ട് മാറ്റാൻ പറ്റും. എനിക്ക് ഡെഡിക്കേഷൻ വേണ്ട. എനിക്ക് അതെന്തുകൊണ്ടാ? ഈ പാട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു, അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ മാറ്റൂല. ആ അതുകൊണ്ട് അച്ഛന് ഇഷ്ടമില്ലാത്ത പാട്ട് മോൾ അവള് പറഞ്ഞു. അച്ഛൻ ഈ പാട്ട് ഇഷ്ടമാണ്, അതുകൊണ്ടല്ല. ഫ്ലോറിൽ കയറാൻ പഠിച്ചിട്ടാണ് ഈ പാട്ട് അത് ശരി. വേണ്ട. അവളെ ഈ പാട്ട് മാറ്റാൻ പറഞ്ഞപ്പോ അവള് പറഞ്ഞു അച്ഛനെ വേണാലും മാറ്റും, പാട്ട് മാറ്റും. മോളെ എന്തൊക്കെയാണ് നല്ല പാട്ട്, നല്ല പാട്ട്. അച്ഛന് ഈ മോള് ഈ ടെൻഷൻ ഈ സ്റ്റേജിൽ കയറി എന്നിട്ട് ഇപ്പം എൻ്റെ മോളാണെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ടെൻഷൻ കാണും. ഒരു കാര്യമില്ലെങ്കിൽ അവർ വൃത്തിയായിട്ട് നടന്ന് തുള്ളി എന്തെങ്കിലും ചെയ്യും, പക്ഷെ നമുക്ക് ആവശ്യമില്ലാത്ത ഒരു ടെൻഷൻ കാണും. അപ്പൊ അത് ഒരു സ്വാഭാവികമായി എല്ലാ അച്ഛന്മാർക്കും ഒരു പിന്നെ വികാരമാണ്. അതെ, അച്ഛന്റെ പേര് ഫിറ്റ്നസ് ഫ്രീക്കാന്ന് തോന്നുന്നു. ആണോ? അല്ലേ? ഫ്രീക്കനാണോ അച്ഛൻ? അല്ല, ഫിറ്റ്നസ്. ആ ഫിറ്റ്നസിന്റെ ആളാണ്. പോണ്ട്, പക്ഷെ സ്റ്റേജിൽ കയറി വർത്താനം ജിമ്മിലൊക്കെ കൊല്ലായിരുന്നില്ലേ? എന്താണ് പേര്? രജിത് കുമാർ. രജിത് കുമാർ. രജിത് കുമാർ എന്ത് ചെയ്യുന്നു? ഞാൻ ഇപ്പോൾ IT കമ്പനി വർക്ക് ചെയ്യുന്നു. IT കമ്പനി. ഓക്കെ ഓക്കെ. ഈ എന്തിനാണ് ഈ കുഞ്ഞിനെ ഇത്രയും പേടിച്ചത്? എങ്ങനെയുണ്ടായി ദിയയുടെ പാട്ട്? മോശമില്ലാന്ന് തോന്നുന്നു. അടിപൊളിയായിരുന്നു. ഉഗ്രായിരുന്നു. നല്ല ചക്കര, എന്ത് ടോണായി കൊച്ചിന്. ആ നല്ല ശബ്ദമാണ് മോളെ. നല്ല വോയിസ്. താങ്ക് യു സർ. ഓക്കെ, എന്തായാലും ചോദിക്കാം. മാഷേ, നല്ല പാട്ട്, അതിഗംഭീരമായിട്ട് പാടി. ഈ കേൾക്കുന്ന പാട്ട് എളുപ്പമുള്ളൊരു പാട്ടല്ല, അത് അത്ര സീരിയസ് ആയിട്ടൊക്കെ ആ പാട്ടിനെ സമീപിച്ച് നന്നായി പഠിക്കാൻ ശ്രമിച്ചാൽ മാത്രമേ അത് കൃത്യമായിട്ടുള്ള സ്ഥാനങ്ങളിലൊക്കെ എത്തി കേൾക്കുന്നവർക്ക് സുഖം ഉണ്ടാവുള്ളൂ. നന്നായി പാടിപ്പോൾ പക്ഷേ ഇത്രയും നന്നായിട്ട് ഈ പാട്ട് പാടി എത്തിക്കാന്നുള്ളത് നല്ല ജ്ഞാനമുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. ശരത്ത് പറഞ്ഞ പോലെ അസല് ശബ്ദം, അതിമനോഹരമായ വോയിസാണ് പാട്ടാണ്. അപ്പം അത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നാക്കി കൊണ്ടുവരും കേട്ടോ. ഓക്കെ സർ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് സർ. യു മാഷേ. ശരത് സർ. മോളെ എന്തോ ദിയേ, എന്തോ മക്കള് നല്ല പാട്ട് കേട്ടോ, ഉഗ്രം പാട്ട്. ഇതാരാ സംഗീതം? ബിജിബാൽ സർ. ആ, വിജയുടെ പാട്ടാണ്. വിജയുടെ ഒരു പാട്ട് എടുത്ത് കൊണ്ടുവന്നതിൽ കുറേ സന്തോഷം മോളെ. നല്ല പാട്ട്, നല്ല പാട്ട്. മോള് മക്കളുടെ ശബ്ദം ഇടിവെക്കും. അതിൽ നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുക, ഇതിനകത്ത് നിന്നൊക്കെ എങ്ങനെ തെറ്റ് കണ്ടുപിടിക്കുകയോ ആ പോകുന്നത്. കാര്യം മോൾ അത്ര സ്വീറ്റാണ്, നല്ല തേൻ പോലെ ഇരിക്കുന്ന ശബ്ദം. താങ്ക് യു സർ. അപ്പം മക്കളെ, എനിക്ക് അതിൻ്റെ സെക്കൻഡ് ഹാഫില്ലേ ഇപ്പം അമ്മക്കിളി, അത് കുറച്ച് ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് പാടാമോ? കാരണം അത് മാഷ് പറഞ്ഞ പോലെ അത്ര എളുപ്പമല്ല അത്, അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ. മോളത് കൃത്യമായിട്ട് പാടിക്കേ. അമ്മക്കിളിയില്ല കൂടാകും വീട്ടിലെ ചെല്ലക്കുഞ്ഞിന്നും കൂട്ട് ആലോലം കൊമ്പത്തൊരു ഞാലിട്ടാടുമ്പോൾ ആയത്തിലാട്ടുന്ന പാട്ട്. ആ ഓക്കെ, അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്താൽ മതി. അനുപല്ലവിയുടെ തുടക്കം അതൊരു സ്വാതന്ത്ര്യക്കുറവ് തോന്നി മോള് പാടുമ്പോൾ. അത് കുറച്ചും കൂടെ സമാധാനമായിട്ട് സ്വസ്ഥമായിട്ട് നല്ല സന്തോഷമായിട്ട് പാടും കേട്ടോ. വാലിട്ടെഴുതുമ്പോൾ നോക്കുവാനുള്ളൊരു വാൽ കണ്ണാടിൻ അച്ഛൻ്റെ കണ്ണുകൾ വാലിട്ടെഴുതുമ്പോൾ ആ ഇപ്പോഴും മോളെ ഒന്ന് ശ്രുതിയിലേക്കൊന്ന് പക്കായിട്ട് ചേർന്നാൽ മതി. മറ്റേ ഐറ്റങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ കേട്ടോ മോളെ. ആ മക്കള് നന്നായിട്ട് തന്നെ പാടി. ഇത് പറഞ്ഞത് ഒന്നുകൂടെ ഫൈൻ ട്യൂൺ ചെയ്യാനാണ് കേട്ടോ മോളെ. നല്ല ശബ്ദോടാ. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. താങ്ക് യു ശരത് സർ.
ഷാനിക്ക. ദിയ കുട്ടി എന്തോ ആടിപൊളി. താങ്ക് യു സർ. ഒന്ന് ഞാൻ ഫസ്റ്റ് ആ പല്ലവി പാടി തുടങ്ങിയപ്പോൾ തന്നെ ആദ്യം എഴുതി വെച്ചത് വോയിസ്. നമ്മൾ ചില ശബ്ദങ്ങളുണ്ട് അത് ഭയങ്കര ക്യാപ്റ്റിവേറ്റിംഗ് ആയിരിക്കും. മീൻസ് നമുക്ക് അതിൻ്റെ ഇടയിലുള്ള ഫ്ലോസ് ഒന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അത്രയും നമ്മളെ ആ ശബ്ദം അങ്ങ് പിടിച്ച് നമ്മളെന്താ കൺസ്യൂം ചെയ്യും, നമ്മളങ്ങ് വിഴുങ്ങിക്കളയും. അതുപോലത്തെ ഒരു ശബ്ദമാണ് മോൾക്ക് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സർ. അതേപോലെ തന്നെ മോളിവിടെ കാണിക്കുന്നത് ഒരു മേജർ ഇമ്പ്രൂവ്മെൻ്റ് ആണ് കേട്ടോ. താങ്ക് യു. ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരിക്കണേ. ഞാൻ കംപ്ലീറ്റ്ലി ആ ശബ്ദത്തിലായിരുന്നു. നമുക്ക് എന്തെങ്കിലും സ്റ്റുഡിയോയിൽ കൂടാം കേട്ടാ. ആഹാ, അടിപൊളി. All the best, Okay. Thank you, ഷാനിക്ക. ഹരിച്ചേട്ടാ. ദിയ എന്തോ നല്ല പെർഫോമൻസ് ആയിരുന്നു. വെരി നൈസ്. താങ്ക് യു. നല്ല സോങ് സെലക്ഷൻ. വിജിച്ചേട്ടൻ്റെ എനിക്ക് ഒരുവിധം എല്ലാ പാട്ടിലും ഇഷ്ടമുള്ളൊരു ആളാണ് ഞാൻ. അദ്ദേഹത്തിന് ഒരുപാട് പാട്ടുകൾ പാടാനും പറ്റിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമാണ്, നമുക്ക് കുറേ സംസാരിച്ചിരിക്കാം. ഭയങ്കര വർക്ക് സ്പീഡും ഉണ്ട്. വിജിച്ചേട്ടൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഒരു സോങ്ങിനൊക്കെ മാക്സിമം അരമണിക്കൂറിൽ ചേട്ടൻ തീർക്കും. അതാണ് ഇപ്പം ഞാൻ കുറച്ച് ശ്രദ്ധയോടെ ആയിരിക്കും ഓരോ ടേക്കും പാടുന്നത്. അപ്പോൾ അങ്ങനെ നല്ലൊരു പാട്ടെടുത്ത് വന്നതിന് താങ്ക് യു. നല്ല ചോയ്സ് ആയിരുന്നു മോളെ. എല്ലാവരും എൻജോയ് ചെയ്തു. ഇതിലേക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആവശ്യമില്ലാത്ത ടെൻഷനൊക്കെ പോയി. വളരെ ക്ലിയർ ആയിട്ടാണ്, ക്ലിയർ വോയിസ് ആണ്. നല്ല വന്നപ്പോ എങ്ങനെയായിരുന്നു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? അയ്യോ, നമ്മളൊക്കെ പറയുന്ന കമന്റ്സ് ഒന്നും ശ്രദ്ധിക്കില്ല, വേറെ എവിടെയെങ്കിലും ഒക്കെ നോക്കിയിരിക്കുന്നുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ ദിയ ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തു. നല്ല പോസിറ്റീവായി, പ്ലസന്റ് ആയി. കീപ് ഇറ്റ് അപ്പ്, കീപ് ഗോയിങ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സർ. മാർക്ക് ചോദിക്കാം. ചോദിക്കാം. ശരത് സർ. അപ്പോൾ മോൾക്ക് 8.5 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സർ. ഷാനിക്ക, ഹരിച്ചേട്ടാ. ഓക്കെ ദിയ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. കാരണം ഷാനിക്ക പറഞ്ഞ ഒരു വാക്ക് ഓർത്ത് വെച്ചോളാം, സ്റ്റുഡിയോയിൽ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞത്. ചായ കുടിക്കാനല്ലേ മോളെ കേട്ടാ. അതാ, അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ ഹിഷാം ചേട്ടൻ വന്നിട്ട് അമ്മയുടെ കോൺടാക്ട് നമ്പർ വരെ വായിച്ചിട്ടാണ് ഹിഷാം ചേട്ടൻ ഇവിടുന്ന് പോയിട്ടുള്ളത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ഓരോ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഇവിടുന്ന്. ഓക്കെ, അപ്പം അത് മനസ്സിൽ വെക്കുക. നമ്മളും കാത്തിരിക്കുന്നു ആ സ്റ്റുഡിയോയിൽ നിങ്ങൾ കണ്ടുമുട്ടുന്ന ആ ദിവസം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സിന് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുഡ് വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർനോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. അടുത്തതായി ഡ്യുവറ്റ് റൗണ്ടിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത്. പാടാൻ വരുന്നത് നമ്മളുടെ നിവേദുട്ടനും അനുഷ്കയും. സോ ലെറ്റ്സ് വെൽക്കം നിവേദ് ആൻഡ് അനുഷ്ക. ஒளியா இசையா பூவின் மொழி நிறமா மனமா கடலின் மொழி அலையா நுரையா காதல் மொழி விழியா இதழா இயற்கையின் மொழிகள் புரிந்துவிடில் மனிதரின் மொழிகள் தேவையில்லை. இயற்கையின் மொழிகள் புரிந்துவிடில் மனிதருக்கு மொழியே தேவையில்லை. காற்றின் மொழி ஒளியா இசையா பூவின் மொழி நிறமா மனமா
കൊതിച്ചിരുന്നു. എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ, എന്തിനെന്നറിയില്ല ഞാൻ എൻ്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു, എത്രയോ സ്നേഹിച്ചിരുന്നിരുന്നു. മറന്നിട്ടുമെന്തിനും മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ഭാവം. ഒഴിഞ്ഞിട്ടുമെന്തിനോ പൂക്കാൻ തുടങ്ങുന്നു പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം, പുലർമഞ്ഞു കാലത്തെ സ്നേഹതീരം. മറന്നിട്ടുമെന്തിനോ മനസ്സിൽ തുളുമ്പുന്നു മൗനാനുരാഗത്തിൻ ഭാവം. ഭയങ്കര രസമുണ്ടായിരുന്നു. അതും ഒരേപോലത്തെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ ഇട്ട് അനുവിന്റെ അമ്മയായിരിക്കുമല്ലോ ചെയ്തിട്ടുണ്ടാവാ. നിന്നെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ടോ അല്ലേ ഷാനിക്ക? ബദ്രിയുടെ പറഞ്ഞ പോലെയാണ് നിവേദും, എന്താണ് വേറൊരു ലുക്കിലൊക്കെ. അത് ഇവരുടെ പാവാടയുടെ ബാക്കി വന്നോണ്ട് എടുത്ത് ഉടുപ്പാക്കി. ഇത് പിന്നെ എങ്ങനെ ഇങ്ങനെ ആയി? അത് തുണി എടുക്കാൻ മാച്ചാക്കിട്ടതാ. അങ്ങനെ ഇട്ടതാ. അയ്യോ ഞങ്ങൾ വിചാരിച്ച എന്റെ ബാക്കിയാന്നിത്. ഞാൻ വിചാരിച്ചത് വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ച നിവേദനം കൊടുക്കാം. കൊടുത്ത് ഷർട്ടായിട്ട്. സത്യം പറ അങ്ങനല്ലേ? എനിക്കറിയില്ല. എനിക്കറിയില്ല, ഞാൻ തന്നു ഇട്ടു, അത്രേ ഉള്ളൂ. ഹരിച്ചേട്ടാ, നിവേദൻ അനുഷ്ക എന്തോ രണ്ടുപേരും കുഴപ്പമില്ല പാടി. താങ്ക് യു സാർ. ഞങ്ങളിങ്ങനെ പറയായിരുന്നു നിവേദ് ഇപ്പൊ ഒരു മെഡ്ലി ഒരു ഡുവറ്റ് അല്ലേ പാടുന്നത്. അപ്പം നിവേദ് ആരെയായിരിക്കണം നോക്കുന്നത്? പക്ഷെ നീ മൊത്തം നോക്കിയ ഞങ്ങളെയാ. നിവേദ്, യു ഹാവ് ടു സ്റ്റോപ്പ് ലുക്കിംഗ് അറ്റ് ദ ജഡ്ജസ്. അതെ, ഞാൻ നിന്റെ മാർക്ക് കുറയ്ക്കും, ഒരു സംശയമില്ല കേട്ടോ. നിവേദ് അനുഷ്ക നോക്കുക, അല്ലെങ്കിൽ ഓഡിയൻസിനെ നോക്കുക, ക്യാമറ ഫേസ് ചെയ്യുക. ഇത് നിവേദിന് ഗ്യാപ്പ് കിട്ടിയ അപ്പം നമ്മളെ ആരെങ്കിലും നോക്കുന്നത്. അതങ്ങനെ കോൺഷ്യസ് ആവണ്ട. നമ്മളെ പലതും എഴുതും, ചിലപ്പം എന്തെങ്കിലും വേറെന്തെങ്കിലും ഒക്കെ ആയിരിക്കും എഴുതുന്നത്. ഇതിലിപ്പം പറയേണ്ട എന്തെങ്കിലും പോയിന്റ് ആയിരിക്കും എഴുതുന്നത്, അല്ലാതെ നിവേദിന്റെ കുറ്റങ്ങളോ അങ്ങനൊന്നും അല്ലായിരിക്കും. ഇപ്പൊ നിവേദ് അവിടെ നിന്ന് ജഡ്ജ്മെന്റിലാവണ്ട കേട്ടോ. ഇനി തൊട്ട് ജഡ്ജസിനെ നോക്കല്ലേ. പിന്നെ കാട്രിൻ മൊഴി കുഴപ്പമില്ല പാടി. ഈ പറഞ്ഞ പോലെ ചില സംഗതീസ് ഉണ്ട്, അതിൻ്റെ ഒരു ഫീൽ, ഒരു സോള് കുറച്ചും കൂടി ആവായിരുന്നു എന്ന് എനിക്ക്. പിന്നെ മോന്റെ പ്രായത്തിന് നീ ഇത്രയൊക്കെ നന്നായിട്ട് പാടിയില്ലേ, അതാ ഞാൻ നോക്കുന്ന. നിറമാമ അതൊന്ന് പാടാവോ? ആ അങ്ങനെ സംഗതി ഉണ്ട് അവിടെ. നിറമാ നിറമാ മണമാ നിറമാ അവിടെ കറക്റ്റ്. അതുപോലെ കടലിൻ മൊഴി, അലയ നുറയ, കാതൽ മൊഴി, അവിടെയൊക്കെ സോഫ്റ്റ് ആയാൽ മതി. ഭയങ്കര ലൗഡായി അവിടെ. കാതൽ മൊഴി വിഴിയൊക്കെ ഫ്രീ. അവിടെയൊക്കെ ഭയങ്കര ബലം പിടിച്ചു നിവേദ് കേട്ടോ. ഈ സോങ്ങിൽ അങ്ങനെ ഒരു ബലം പിടുത്തത്തിന്റെ ആവശ്യമില്ല. അപ്പോൾ എനർജി വേണം, പക്ഷെ കുറച്ചും കൂടി ഒരു ഫീലിൽ ഒക്കെ പാടേണ്ട വേർഡ്സ് അവിടെ വരുന്നത്. കാതൽ മൊഴി, വിഴിയ, ഇതഴ. അത് കഴിഞ്ഞൊരു സ്റ്റാർട്ട് ഉണ്ടല്ലേ, അതെങ്ങനെയാ? இயற்கையின் மொழிகள் புரிந்துவிடில் மனிதரின் மொழிகள் தேவையில்லை, இதயத்தின் மொழிகள் புரிந்துவிடிൽ. കേട്ടോ, ഇപ്പം ഇങ്ങനെ കേറുമ്പം മോന് സ്ട്രെയിൻ വരുന്നുണ്ട്. അത് മോന്റെ മേ ബി വോയിസ് ചേഞ്ച് ആവുന്നതിന്റെ ഒക്കെ ആയിരിക്കാം. പക്ഷെ നമ്മൾ അങ്ങനെ പാടുമ്പം ഒരു സോങ്ങിൽ അങ്ങനെ സ്ട്രെയിൻ ഫീൽ ചെയ്യിക്കാതെ പോയാൽ രസമായിരിക്കും. இதயத்தின் மொழிகள் புரிந்து விடு மனிதருக்கு மொழியே தேவையில்லை, காற்றின் மொழി. ചുമ്മാ പാടിവിടേണ്ട പാട്ടാ. അപ്പൊ ആ ഒരു ഫ്രീനെസ് എനിക്ക് നിവേദ് കുറച്ചും കൂടി കൊണ്ടുവന്നിരുന്നത്. ഇതിപ്പോ ഞാനൊക്കെ ഇപ്പൊ മോനെ പറയുന്ന ഇത്രയും കാലം പാടിയിട്ടുള്ള ഒരു ചെറിയ എക്സ്പീരിയൻസ് വെച്ചിട്ടാ കേട്ടോ. അപ്പം
മോനിതിപ്പോഴേ ട്രൈ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ നമുക്ക് വിത്തൗട്ട് തിങ്കിങ് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് സോങ് മോള് ഒരുവിധം പാടി, നന്നായിട്ട് തന്നെ പാടി. താങ്ക് യു സർ. പിച്ചിങ് ഇഷ്യൂസ്, ഇങ്ങനെ പിച്ച് ഔട്ട്സ് എന്ന് വെച്ചാൽ ഒന്ന് രസമായിട്ട് വരുമ്പോൾ ഒരു പിച്ച് ഔട്ട് വരും. അപ്പോൾ നമുക്ക് അങ്ങോട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ശ്രുതി ഒന്നും കൂടി മോള് ഫോക്കസ് ചെയ്യണം. ബാക്കിയൊക്കെ മോള് രസമായിട്ട് പാടി, കുറച്ചുകൂടി ഫീൽ മോളുടെ സിംഗിങ്ങിലായിരുന്നു. എന്നാൽ കുറച്ച് പെർഫെക്ഷൻ നോക്കുകയാണെങ്കിൽ മോൻ്റെ കുറേ സംഗതീസൊക്കെ കുറച്ച് കറക്റ്റായിട്ടൊക്കെ വീണിട്ടുണ്ട്. പക്ഷേ ഇത് രണ്ടും കൂടി നമുക്ക് ഒരുമിച്ച് വരണം കേട്ടോ. ഓക്കെ. അപ്പോൾ കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റൂ. കുറച്ചും കൂടി ബെറ്റർ പെർഫോമൻസ് തരാം. നല്ല 3 പാട്ടുകളായിട്ട് എന്തായാലും വന്നത്. ചോയ്സ് വാസ് ഗുഡ്, പെർഫോമൻസ് കുഡ് ഹാവ് ബീൻ ബെറ്റർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക നന്നായിട്ട് പാടി. താങ്ക് യു സർ. താങ്ക് യു സർ. ഒരു സ്പെഷ്യൽ ബാലൻസ് ആയിരുന്നു. കാരണം ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു പെർഫെക്ഷൻ്റെ ലെവൽ നോക്കുമ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ നിവേദും, ഫീലിൻ്റെ കാര്യം നോക്കുമ്പോൾ ഒരു പൊടിക്ക് മുന്നിൽ അനുഷ്കയും. അപ്പോൾ ഇതിൽ ഏത് വെച്ചിട്ട് നമ്മൾ ജഡ്ജ് ചെയ്യണം എന്നുള്ളതാണ്. 2 ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ഇതായിപ്പോയി. കാരണം ഇപ്പം ഫസ്റ്റ് സോങ് സെലക്ഷൻ ആയിട്ടോ അടിപൊളി സോങ്സ്. ഇത് 3ഉം ഇവിടെ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് എഴുതിയത് കണ്ടപ്പം ഞങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു, ആഹാ നല്ല ഉഗ്രൻ 3 പാട്ടുകൾ പാടി വന്നപ്പോൾ. അത് ഇപ്പം ഫസ്റ്റ് സോങ് നോക്കുകയാണെങ്കിൽ ഞാൻ ആകെ എഴുതി വെച്ചത് സോഫ്റ്റ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആവാമായിരുന്നു ആ പാട്ട്. ഇറ്റ് സ്പീക്സ് അബൌട്ട് ദാറ്റ്. ഒരു ഭയങ്കര ഈവൻ ലിറിക്ക് പോലും ഭയങ്കര സിമ്പിളായിട്ട് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വാക്കുകളാണ് അവർ ചൂസ് പോലും ചെയ്തിരിക്കുന്നത്, കാട്ടിൻ മൊഴി. അപ്പോൾ പക്ഷേ നിവേദിൻ്റെ സിംഗിങ്ങിൽ ഒരു കുറച്ച് അധികം പവർ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ ഭയങ്കര ഫ്രീ ആയിട്ട് പാടേണ്ട ഒരു പാട്ട്, അങ്ങനെ അത്രയും ബലമൊന്നും ഇല്ലാതെ ഇങ്ങനെ ഫ്രീ ഫ്ലോ ആയിട്ട് വരേണ്ട ഒരു പാട്ടാണ്. കാറ്റ് പോലെ, ഇതാണ് കാട്ടിൻ മൊഴി. പിന്നെ സെക്കൻഡ് സോങ് ഇപ്പം ശ്വാസമേ നോക്കുമ്പോൾ മോൾക്ക് ശ്രുതി പ്രശ്നം മാത്രം, ബാക്കി ഫീൽ വൈസ് നല്ല രസമുണ്ടായിരുന്നു. നല്ല ശബ്ദം കേട്ടോ. 3ാമത്തെ പാട്ട് നിവേദ് നന്നായിട്ട് പാടി. താങ്ക് യു സർ. കാരണം അതിലൊരു പടിക്ക് ഈ പറഞ്ഞ പോലെ നീ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട് കുറച്ചൊക്കെ. അപ്പം ഇതൊക്കെയാണ് മക്കളെ പറയാനുള്ളത്. നമ്മൾ ഇനി ഇത് അടുത്ത എലിമിനേഷനിലേക്കൊക്കെ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളുടെയൊക്കെ വേർഷൻ 2 വരേണ്ട സമയമായി. നമ്മൾ പല കാര്യങ്ങളും ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഓൾ ദി ബെസ്റ്റ്. മക്കളെ, എന്തോ കാട്ടിൻ മൊഴി ഇന്ന് തുടങ്ങുന്ന ഒന്ന് പാടാമോ? കാറ്റിൻ മൊഴി അവിടെ ഒരു സാധനമില്ലേ? മക്കളെ, അതുപോലെ ആ സാധനം ഉണ്ട്, നീ വിട്ടുകളയരുത് അത്. കേട്ടോ? അതുപോലെ മക്കളെ, കാതൽ മൊഴി അത് പാടിയോ? കാതൽ മൊഴി. ആ, അത് ആ മൊഴി, അതിനൊരു ലൈഫ് വരട്ടെ. മൊഴി അതാ തീർന്നു, മൊഴി ഇതാ കിടക്കുന്നു, അതിനൊരു ജീവൻ വരട്ടെ കൊച്ചേ. കാതൽ മൊഴി താരിരി. ആ, അടുത്തത് അലയാ നുറയ. മോളെ, നല്ല സുഖം ഉണ്ടായിരുന്നു മോള് പാടുന്നത് കേട്ടോ. ആ ക്രോമാറ്റിക് നിങ്ങൾ രണ്ടും കൂടെ കൂടുന്ന അടി കൂടിയല്ലാതെ ഒന്നും മനസ്സിലായില്ല. അതൊന്ന് പാടാമോ? ആ ക്രോമാറ്റിക് രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് പാട്. ജന്നൽ കാറ്റാകിവ ശ്രുതി. ജന്നൽ അത് കുഴപ്പമില്ല മോളെ. ജരികൈ പൂവാകിവ മിന്നൽ മഴയാകിവ ഉയിരിൻ മൂഞ്ചാകിവ. മക്കളെ, മൂച്ചാണ് കേട്ടോ, മൂച്ച്. ഉയിരിൻ മൂഞ്ചാകിവ. ആ, ഈ കുഞ്ഞ്, നമ്മളെ നോക്കുന്ന കുഞ്ഞ്. ജന്നൽ കാറ്റാകിവ
ചെറികൈ പൂവാകി വാ മിന്നൽ മഴയാകി വാ ഉയിരിൻ മൂച്ചാകി വാ. രണ്ടുപേർക്ക് ഐറ്റം ഉണ്ട്. രണ്ടുപേരും കൂടെ ചേർന്നപ്പോൾ നല്ല യോജിപ്പായിരുന്നു കേട്ടോ. ഛേ, എന്തൊരു സ്നേഹമില്ലാത്ത പിള്ളേർ മക്കളെ. പിന്നെ ആ ശ്വാസമേ, അത് തുടങ്ങുന്ന നല്ല ശ്വാസമല്ലേ. ശ്വാസം ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല മുത്തേ. അപ്പോൾ അത് കൃത്യമായിട്ട് തുടങ്ങണം കേട്ടോ. അതേ ഉള്ളൂ. പിന്നെ അറിയാതെ നീ എൻ്റെ ആ സെക്കൻഡ് ലൈൻ എന്തായിരുന്നു? രണ്ടാമത്തെ ലൈൻ ഒന്ന് പാടിയാൽ കൊള്ളാം താങ്കൾ. അറിയാതെ നീ എൻ്റെ മനസ്സിലെ കാണാത്ത കവിതകൾ മൂളി പഠിച്ചിരുന്നു. ആ സംഗതി അത് വളരെ ഷാർപ്പായിരുന്നു മക്കൾ പാടുമ്പോൾ കേട്ടോ. എന്തൊക്കെയാലും എനിക്ക് ചക്കരകളെ ഇഷ്ടമാണ്. ലവ് യു. താങ്ക് യു സർ. ലവ് യു ടു. താങ്ക് യു ശരത് സാർ. മാഷേ, രണ്ടുപേരും നന്നായിട്ട് പാടി. നല്ല ജ്ഞാനമുള്ള ആൾക്കാരാണ്. രണ്ടുപേർക്കും പാട്ടുകൾ പാടാൻ പറ്റും. പഠിച്ച് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുള്ള ഏറ്റവും വലിയ പരിശ്രമമാണ് ആവശ്യം. തെറ്റുകൾ തിരുത്തി, എങ്ങനെയാണ് തെറ്റ് വന്നത് അത് മനസ്സിലാക്കി തിരുത്തി പാടി ശ്രമിക്കുക കേട്ടോ. രണ്ടാൾക്കും നല്ല ജ്ഞാനമുള്ള ആൾക്കാരാണ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. ഇനി മാർക്ക് ചോദിക്കാം. ശരത് സാർ, മാർക്ക്. മോനെ ചക്കരെ എന്തോ 8 മാർക്ക്. താങ്ക് യു സർ. കുഞ്ഞിന് 8 മാർക്ക്. 8 മാർക്ക്. താങ്ക് യു സർ. എനിക്ക് അവൻ്റെ അസുഖമായിരിക്കും. ഞാൻ നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ. ഓക്കെ ഷാനിക്ക. ഓക്കെ ഹരിച്ചേട്ടാ നേരത്തെ ഇട്ടു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ മാഷിന് പോവാൻ സമയമായി. ഒരുപാട് നല്ല സന്തോഷമുള്ള കുറെ മുഹൂർത്തങ്ങൾ കഴിഞ്ഞ് നമുക്ക് പാട്ടൊക്കെ പാടി തന്നു അല്ലേ മാഷേ? ഇനി വരുവോ കുട്ടികളുടെ പാട്ട് കേൾക്കാനൊക്കെ ആയിട്ട്? പിന്നെ വിളിച്ചാ വരും. എങ്ങനെയുണ്ടായി മാഷേ നമ്മുടെ കുട്ടികളുടെ പാട്ടൊക്കെ? നന്നായി പാടുന്നുണ്ട്. നല്ല ജ്ഞാനമുള്ള നല്ല മക്കളാണ്. എല്ലാ പാട്ടുകളും എടുത്ത് എല്ലാ വ്യത്യസ്തമായ പാട്ടുകളും പാടി പെർഫെക്റ്റ് ആയിട്ട് പാടാൻ ശ്രമിക്കുക. കുട്ടികൾ ചെയ്യേണ്ടത് ഇത് ഗംഭീരമായി ആരെങ്കിലും പറഞ്ഞു കേട്ടാൽ അത് ഗംഭീരം തോന്നണ്ട. അപ്പോൾ നമ്മളത് മുകളിലേക്ക് പോകും, പിന്നെ താഴേക്ക് വരില്ല ആള്. ആ രീതി പാടില്ല. അപ്പം നന്നായി പാടുക, കാര്യങ്ങൾ മനസ്സിലാക്കി പാടി എല്ലാവരെ കൊണ്ട് നന്നെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് നിങ്ങളുടെ ഉത്സാഹമാണ് ഏറ്റവും വലുത്. ആരെ പറയുന്നത് ഗുരുദാസന്മാർ പറഞ്ഞില്ല, അമ്മ പറഞ്ഞില്ല, അച്ഛൻ പറഞ്ഞില്ല എന്നുള്ളതല്ല. അവനവൻ്റെ ഈ സംഗീത ബോധം നമ്മളുള്ള കാലത്ത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായി പാടാൻ ശ്രമിക്കുക കേട്ടോ. അതാണ് വേണ്ടത്. കേട്ടോ, മനസ്സിലായോ? പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങൾക്ക് വേണ്ടി ഹാർമോണിയം ഒക്കെ വെച്ച് പാട്ട് പാടി തന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി വരണം സമയം കിട്ടുമ്പോൾ. അപ്പൊ മാഷെ പോകുന്നതിന് മുന്നേ നമ്മളുടെ സൂപ്പർ സ്റ്റാറിന്റെ വക ഒരു സ്നേഹ ആദരവുണ്ട്. അപ്പൊ ഒന്ന് എല്ലാരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. കൽപ്പാന്ത കാലത്തോളം കാതരേ നീ കൽഹാരഹാരവുമായി നിൽക്കും കല്യാണരൂപനാകും കണ്ണന്റെ കരളിന് കവർന്ന രാധികയെ പോലെ. സൂപ്പർ സ്റ്റാർ ഷോയിൽ വന്നിട്ട് ഒരു ആദരവ് കിട്ടുക എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഇതിൻ്റെ പല പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതിന് പ്രത്യേകിച്ച് കുട്ടികളുടെ പാട്ട് കേൾക്കാൻ കഴിഞ്ഞു. ഗംഭീരമായിട്ട് പാടുന്ന കുട്ടികളാണ്. അപ്പോൾ അവർ നന്നാക്കി ഇവർ 3 പേരും വലിയ പാട്ടുകാരാക്കി കൊണ്ടുവരുന്നത് തീർച്ചയാണ്. ഇപ്പം അവരുടെ കുറവുകൾ മുഴുവൻ ഒരു നികത്തി ഈ ഷോ കഴിയുമ്പോഴേക്കും വലിയ പാട്ടുകാരായിട്ട് തീരുന്നു, ഉറപ്പാണ്. അത് നല്ല 3 പേരും അതിനനുസരിച്ചുള്ള ആൾക്കാർ ഉള്ളതുകൊണ്ട് ഒരു സംശയമില്ല. മക്കളത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ഗുരുക്കന്മാരുടെ അനുഗ്രഹം ഉണ്ടായി അവർ പറയുന്നത് കേട്ട് ഇതുപോലെ നന്നായി പാടി മിടുക്കിയുടെ മിടുക്കന്മാരായിട്ട് വരാൻ ശ്രമിക്കുക. എന്തായാലും ഈ ഷോയ്ക്ക് ഒരുപാട് നന്മകളുണ്ടാകട്ടെ, എല്ലാവരും കാണട്ടെ. ഇത് വളരെ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് മാഷേ. പക്ഷെ പോകുന്നതിന് മുന്നേ നമുക്ക് മാഷിൻ്റെ ഒരു സിഗ്നേച്ചർ വേണം. ആ ഇരിക്കുന്ന ഗിറ്റാർ നമ്മുടെ കുട്ടികൾ ഒരാൾക്ക് നമ്മൾ കൊടുക്കും. പക്ഷെ അതുവരെ വന്ന് പോയിട്ടുള്ള എല്ലാവരുടെയും സിഗ്നേച്ചേഴ്സ് നമ്മളിവിടെ വെക്കും. അപ്പോൾ ഞാൻ അത് എടുത്തിട്ട് വരാം. Beat the
ഉച്ചമീ പ്രകാശഗോപുരം ഉദിക്കുന്നു വാണി നിറം താങ്ക് യു സർ.